Hi, hello, welcome to yet another video of Garage 51. ഇന്നത്തെ വീഡിയോ മുന്നേ നമ്മൾ റെഡ് റൂസ്റ്ററിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഹോണ്ട ഹൈനസിലും അതുപോലെ തന്നെ റീബോൺ ക്ലാസിക്കിലും റെഡ് റൂസ്റ്ററിൻ്റെ ഒരു എക്സോസ്റ്റ് ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ റെഡ് റൂസ്റ്ററിൻ്റെ സൗണ്ടും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഹോണ്ട ഹൈനസിൻ്റെ ശബ്ദം മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ക്ലാസിക്കിൽ വെച്ച് ശബ്ദങ്ങൾ 2-3 ക്ലിപ്പ് അതിൽ ആഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നമ്മുടെ കമൻറ്റിലൂടെയാണ് നമ്മുടെ വ്യൂവേഴ്സാണ് അത് പറഞ്ഞു തന്നത്. അപ്പോൾ MH ദേവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യൂവറാണ് നമുക്കത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും നമ്മൾ കമൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മാനിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറൊരു വീഡിയോ ആയിരുന്നു. നോർമലായിട്ടൊരു ബുള്ളറ്റ് 350 ഓൾ ഇന്ത്യ റൈഡിന് പോകുന്ന ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആ ക്ലാസിക്കിൻ്റെ ശബ്ദം മസ്റ്റായിട്ട് ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ തന്നെ. അപ്പോൾ നിങ്ങൾ ആ ശബ്ദമൊക്കെ ഒന്ന് കേട്ട് വെക്കൂ. ഫിറ്റിങ് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മളിതിൻ്റെ ശബ്ദം കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. ഓണാക്ക്. ഇതിപ്പോൾ DB കില്ലർ ഉണ്ട്, അപ്പോൾ കുറച്ച് സൗണ്ട് കുറവായിരിക്കും. DB കില്ലർ ഇല്ലാണ്ടായിരിക്കും കൂടുതൽ ശബ്ദം ഉണ്ടാവുക. DB കില്ലർ അഴിക്കാൻ പോവാണ്. അപ്പോൾ DB കില്ലർ അഴിച്ചതിന് ശേഷം നല്ല ഹെവി നോയ്സ് ആയിരിക്കും. സിമ്പിളായിട്ട് തന്നെ ആ ഒരു നെട്ട് ഊരിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ DB കില്ലർ. നിങ്ങളപ്പോൾ എക്സോസിൻ്റെ ആ ഒരു സൗണ്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവും. നമ്മൾ റോയൽ എൻഫീൽഡിൽ റെഡ് റൂസ്റ്റർ വെച്ച എക്സോസിൻ്റെ ആ ഒരു ശബ്ദമാണ് കേട്ടത്. റോയൽ എൻഫീൽഡിൽ റെഡ് റൂസ്റ്റർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. അതായത് അതിൽ ഓൾറെഡി നമ്മൾ എൻഗേജിൻ്റെ എയർ ഫിൽറ്ററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിലാകുമ്പോൾ നല്ലൊരു മാച്ചിങ് ആണ്. നമ്മൾ എപ്പോഴും പെർഫോമൻസ് എക്സോസ്റ്റ് വെക്കുമ്പോൾ പെർഫോമൻസ് എയർ ഫിൽറ്ററും കൂടി വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ റോയൽ എൻഫീൽഡിലാണ് എക്സോസ്റ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ശബ്ദം നമുക്ക് കിട്ടും. അതേസമയം നമ്മളിപ്പോൾ ഹോണ്ട ഹൈനസിൽ വെച്ചപ്പോൾ അത്ര തന്നെ ആ ഒരു ശബ്ദം നമുക്ക് കിട്ടിയില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഫോണിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ മൈക്കും കാര്യങ്ങളൊക്കെ വെച്ച് റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു ബ്ലറായിട്ടുള്ള ഒരു ശബ്ദം തന്നെ കേൾക്കുക. നല്ല ആ ഒരു ക്ലിയർ വോയിസ് കിട്ടില്ല. എന്നാലും മാക്സിമം നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ നേരിട്ട് കേട്ടപ്പോഴും റോയൽ എൻഫീൽഡിലാണ് കൂടുതലായിട്ട് റെഡ് റൂസ്റ്ററിൻ്റെ ശബ്ദം നല്ല രീതിയിൽ മുഴങ്ങി നിൽക്കുന്നത് കേട്ടോ. ഹൈനസിൽ അത്ര തന്നെ ഉണ്ട് നിൽക്കുന്നില്ല. ഹൈനസിൽ ആ ഒരു എഞ്ചിൻ്റെ പെർഫോമൻസിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല. എങ്കിലും വണ്ടികളൊക്കെ വാങ്ങുന്നത് നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് വാങ്ങാം, നമ്മുടെ കംഫർട്ടിനനുസരിച്ച് നമുക്ക് വാങ്ങാം. എങ്കിലും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് എന്തായാലും റോയൽ എൻഫീൽഡ് തന്നെയാണ്. ഇപ്പോൾ നമ്മളത് ഇൻ്റർസെപ്റ്ററും 650 ഉണ്ടായിരുന്നു. അപ്പം അതിൽ നമ്മൾ റെഡ് റൂസ്റ്റർ വെച്ചപ്പോൾ നല്ല അടിപൊളി ശബ്ദമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത ഷോപ്പിൽ തന്നെ വേറൊരു ഇൻ്റർസെപ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വണ്ടി ട്യൂൺ ചെയ്തതിന് ശേഷം ഈ ഒരു എക്സോസ്റ്റ് ഫിറ്റ് ചെയ്തപ്പോൾ അത് കിടിലൻ ശബ്ദമാണ്. അപ്പോൾ ശബ്ദത്തിൻ്റെ കാര്യത്തിലൊക്കെ റോയൽ എൻഫീൽഡാണ് കൂടുതലായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. എങ്കിലും ഓക്കെ ആണ്, എല്ലാ വണ്ടികൾക്കും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് റെഡ് റൂസ്റ്ററും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് വേണമെങ്കിലും വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ആ ഒരു കമൻറ്റിനെ മാനിച്ചുകൊണ്ടിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ നമുക്ക് വാല്യുബിൾ ആണെന്നുള്ളത് കൂടി മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ ഇനിയും നല്ല നല്ല കമൻസും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. നമുക്ക് നല്ല രീതിയിൽ തന്നെ വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈക്ക് ലവേഴ്സിനൊക്കെ മസ്റ്റായിട്ട് നമ്മുടെ പേജ് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ തന്നെ നമുക്ക് പേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗാരേജ് 51 തന്നെയാണ് പേര്. അപ്പോൾ ഇനിയും നിങ്ങളുടെ തുടർന്ന് സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വാച്ച് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് ബൈ ഫ്രം ഗാരേജ് 51.